Hello, I am Sarita. Welcome to SimpleTips Malayalam. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങളുടെ കമന്റ്സിൽ വരുന്ന suggestions ആണ് hair care and skin care ട്ടോ. കാരണം കുറച്ച് പേര് ഈ അടുത്തിടെയായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ. അപ്പോൾ ഒരു 75 to 80% നമുക്ക് വരുന്ന കമന്റ്സും സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ആണ്. കാരണം എല്ലാവർക്കും ഇഷ്ടം സ്കിൻ കെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ കെയർ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളുടെ ഒരു സ്കിൻ ടാൻ ഒരുപാട് പേർക്ക് ഉള്ളതാണ് സൺ ടാൻ ഉണ്ടാവുന്നത്. അത് എങ്ങനെയാണ് മാറുക? അപ്പോൾ ഈ ഒരു സീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ സമയമാണ്. ഈ സമയത്ത് നമ്മൾ ശരിക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു റെമഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ഉള്ള ടാൻ റിമൂവ് ചെയ്യാനായിട്ട് വളരെ പെട്ടെന്ന് പറ്റും. പിന്നെ ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ടാൻ തിരികെ വരികയില്ല. സോ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഡെയിലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെമഡിയാണ് പറഞ്ഞു തരുന്നത്. 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം ഈ 2 ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന പാടുകൾ, പിഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി സ്കിൻ ഒരു ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട്, ഈവൻ ടോൺ ആവണത് മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ സ്കിന്നിന് ഒരു ഗ്ലോയും കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് സ്കിന്നിന് ഗ്ലോ കിട്ടുക എന്നുള്ളത്. അപ്പോൾ സ്കിന്നിന് ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, അതുപോലെ തന്നെ നിറയെ വെള്ളം കുടിക്കുക. പിന്നെ വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. നന്നായിട്ട് നമ്മളിപ്പം ഒരു നിങ്ങൾക്കൊക്കെ ശരിക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വിട്ട് ഒരു ഓയിൽ മസാജ് ഫേസിന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഈവൻ ഓൺ നെക്ക് ആൻഡ് ഫേസ് നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സിമ്പിൾ റെമഡിയാണ്. ഓയിലി സ്കിന്നുകാർക്കും ചെയ്യാം, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജോജോബ ഓയിലൊക്കെ വളരെ നല്ലതാണ് ഓയിലി സ്കിന്ന്. നോർമൽ സ്കിന്നുകാർക്ക് എല്ലാ ടൈപ്പും കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, അതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലൊക്കെ വെച്ചിട്ട് ചെയ്യാം. സോ അപ്പോൾ ഞാൻ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക വലിച്ചു നീട്ടണില്ല. നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തരാം എന്താണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആ ഒരു സിമ്പിളായിട്ടുള്ള റെമഡി എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ പ്രോസസ്സ് ചെയ്തിട്ടുള്ള അലോവേര ജെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ തന്നെ ബ്രഹ്മരയുടെ അലോവേര ജെല്ലാണ്. അത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്, അതുപോലെ തന്നെ കളർ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം നമുക്ക് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒരു 1 വീക്കൊക്കെ വരെ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഓർഗാനിക് ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്രഷ് ആണ് എടുക്കണമെങ്കിൽ ജ്യൂസ് എടുക്കുക. അത് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള ബീട്രൂട്ട് പൗഡറാണ്. ഇത് എഡിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബ്രഹ്മരയുടെ തന്നെ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് അലോവേര ജെല്ലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും എഡിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസിനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പം ഫ്രൂട്ട് പൗഡേഴ്സും വെജിറ്റബിൾ പൗഡേഴ്സും ഒക്കെ ബ്രഹ്മരയുടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിൽ ആഡ് ചെയ്യണുള്ളൂ. നിങ്ങൾക്ക് ഇത് ഒരു ഓവർനൈറ്റ് വേണമെങ്കിലും വെക്കാവുന്ന ടൈപ്പ് ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല ജെല്ലി ടൈപ്പായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഡിഫറൻസ് വരും. പിന്നെ എങ്ങനെയാണിത് എത്ര സമയം വെക്കണം എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മളിത് ഫേസ് പാക്കിൻ്റെ ബേസായിട്ട് യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അപ്പോൾ ജെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ നമ്മളിപ്പം ചില ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഈ ജെൽ ബേസ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്കിൻ നറിഷ് ചെയ്യാനും അതുപോലെ ഹൈഡ്രേറ്റ് ചെയ്യാനും ബെസ്റ്റായിട്ടുള്ളതാണ് ഈ ജെൽ ബേസ് ഫേസ് പാക്ക്. പിന്നെ ബീട്രൂട്ട് എന്ന് പറയുന്നത് അതുപോലെ ടാൻ റിമൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതാണ് അലോവേര ജെല്ല്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്രഷിനെക്കാട്ടി കുറച്ചും കൂടി നമുക്ക് കൺവീനിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഈവൻ കളർലെസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. ചിലർക്കൊക്കെ എന്ന് വെച്ചാൽ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ സ്മെല്ല് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴൊക്കെ സ്മെല്ലുള്ള
കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തലവേദനയും കാര്യങ്ങളൊക്കെ വരും. സോ അതുകൊണ്ട് നമ്മൾ കെമിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാത്ത നല്ല അലോവേറ ജെല്ല് ഇതുപോലെയുള്ളത് മേടിച്ചിട്ട് അതിലേക്ക് ബീട്രൂട്ട് പൗഡർ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട്. പക്ഷേ നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഇല്ലാണ്ട് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ. എന്നിട്ട് വേണം നമ്മൾ പിഴിഞ്ഞതിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വാട്ടറി ആയി പോകും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ രണ്ടും ഒരു പൗഡർ ഫോമിൽ തന്നെ, ഇപ്പം ബീട്രൂട്ടും പൗഡർ ഫോമിൽ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് ഡ്രൈ ആവോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകോ അങ്ങനെ ഒന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ ഇത് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ വൈപ്പ് ചെയ്ത് കളയുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകണം എന്നൊന്നും ഉള്ള ഇതില്ല. ഒരു ചെറിയ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുക. അതിനുശേഷം വേണമെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജെൽ ബേസ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആയതുകൊണ്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത് കമ്പൽസറി അല്ല. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിയേ, നല്ലതുപോലെ വ്യത്യാസം ഉണ്ടാവും ഫേസിന്. സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. ഈവൻ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്തൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും കേട്ടോ. സോ ഇത് ചെയ്ത് നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം സരിത.